ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുള്ള, വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. 1/4 കപ്പ് വെള്ളത്തിൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 6 അച്ച് ശർക്കര, നല്ല വലിയ അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം മധുരത്തിനനുസരിച്ച് ഒരച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ശർക്കര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം അത് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ശർക്കര അലിഞ്ഞാൽ മാത്രം മതി, പാനി കട്ടിയാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി ഒരു 1.25 കപ്പുണ്ട് കേട്ടോ. 250 ml കപ്പിന് 1.25 കപ്പുണ്ട്. അതൊരു 4 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് കുതിർന്ന് വരണം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 2 ടീസ്പൂൺ ചുക്കുപൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടി ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി ആ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി അരി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഇത് ചെറിയൊരു തരിയോടുകൂടി അരിച്ചെടുക്കുക. തരി വലിപ്പം കൂടരുത് കേട്ടോ, ചെറിയൊരു തരി ആവാനേ പാടുള്ളൂ. ചെറിയൊരു തരിയോട് കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ശർക്കരപ്പാനി ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്, വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും ഒക്കെ ഇതിൽ ചേർത്തിട്ട് അരക്കിയ കാരണം അതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ പൊടികളെല്ലാം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും പിന്നെ നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ചക്ക വരട്ടിയതാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു 6-7 ടേബിൾ സ്പൂൺ ചക്ക വരട്ടിയതുണ്ടത്. ഒരു വലിയ സ്പൂണിന് ഒരു 6-7 ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ചക്ക വരട്ടിയതില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചക്ക ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, മൈസൂരിപ്പഴം ഇല്ലേ, പാളയംകോടൻ പഴം, അതൊരു 4 എണ്ണം ചേർത്താലും മതിയാവും കേട്ടോ. 4 എണ്ണം നന്നായിട്ട് ആദ്യം മിക്സിയിൽ അടിച്ചിട്ട് ഈ മാവിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ പഴം വരട്ടിയതുണ്ടെങ്കിൽ അത് ചേർത്താലും നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതിപ്പോൾ അരച്ചെടുത്തുട്ടോ ഞാൻ മാവ്. അതിലേക്ക് കുറച്ചായിട്ട് എടുത്തിട്ട് അടിച്ചെടുക്കുക. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചേർന്ന് കിട്ടില്ല. അപ്പോൾ കുറച്ചായിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്, എന്നിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇതൊരു ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളവും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വേറെയും വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി, ചെറിയൊരു മുറി കേട്ടോ, തേങ്ങ ചെറുതായിട്ട് കൊത്തി നുറുക്കിയിട്ട് അതൊന്ന് നെയ്യിൽ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളില്ലേ, അതും കൂടി ഈ തേങ്ങയുടെ കൂടെ ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഞാൻ പിന്നീടാണ് ചേർത്തത്. നിങ്ങൾ ഈ തേങ്ങ വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ ലാസ്റ്റ് ആ എള്ളും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. എള്ളുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ചേർക്കണം എന്നില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ, ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ്. ഇതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ മാവ് നിങ്ങൾക്ക് ഇങ്ങനെ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കാം കേട്ടോ. വല്ലാതെ കട്ടി തോന്നുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു 3-3.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം മാവ് ഇതേപോലെ കയ്യിലെടുക്കുക, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഈ മാവ് ഒഴിക്കുക കേട്ടോ, നിറച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. അപ്പോൾ ഇത് പൊന്തി വരുമ്പോൾ മറിച്ചിടുക. എണ്ണ നല്ല ചൂടായിട്ട് ഇങ്ങനെ മീതെ ആവി വരുന്ന സമയത്ത് മാത്രമാണ് ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അതുപോലെ തന്നെ മാവ് കൂടുതൽ ലൂസായിട്ട്, മാവിൽ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാലും എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ചക്ക വരട്ടിയത് ചേർത്തിട്ട് അരക്കിയ കാരണം കേട്ടോ കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വന്നത്. നിങ്ങൾ സാധാരണ പഴമൊക്കെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നതെങ്കിൽ പിന്നെ ഒഴിച്ച വെള്ളം അത്രയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കുമ്പോൾ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയായി. നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ടേസ്റ്റുമാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്